ഞാനിവിടെ മീൻകറിക്ക് വേണ്ടിയിട്ട് 1/2 കിലോ ഫിഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് സാമൺ ഫിഷ് ആണ്. ഏത് ഫിഷും ഇതേ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടും. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ തേങ്ങ ചിരകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. 2.5 ചോളം നല്ല പുളിയുള്ള കൊടംപുള്ളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി 3 വലുത്, 3 വെളുത്തുള്ളി, 1/4 ഇഞ്ച് കഷ്ണം ഇഞ്ചി, 2 ടീസ്പൂൺ തേങ്ങ ചിരവിയത്, 1 തണ്ട് കറിവേപ്പിലയും. ഇനി ഇതിൽ നിന്ന് 2 ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, പകുതി ഇഞ്ചി, തേങ്ങ ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ബാക്കിയുള്ള ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതുപോലെ അരിഞ്ഞെടുക്കണം. ചട്ടി ചൂടായി വരുമ്പോൾ കൊടംപുളി വെള്ളത്തോടെ ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാവുമ്പോൾ ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിന് പുറകെ ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം കേട്ടോ. ഇനി നമുക്ക് വെച്ചിരിക്കുന്ന മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പൊടിമണം ഒന്ന് മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഈ അരപ്പ് നമുക്ക് പുളിവെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാർ ഒന്ന് കഴുകിയുള്ള വെള്ളവും കൂടെ തിളപ്പിച്ചതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളച്ചു വരുമ്പോൾ ഇതിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മുകളിൽ കിടക്കുന്ന കഷ്ണങ്ങളൊക്കെ നമുക്ക് പതുക്കെ ഒന്ന് ചാറിന്റെ താഴത്തേക്ക് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് തിളയ്ക്കണ വരെ ഇതൊന്ന് മൂടി വെക്കാം. നമ്മുടെ ഫിഷ് കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടച്ചു വെക്കണ്ട. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് കുറച്ചു നേരം കൂടെ ഒന്ന് വേവാനായിട്ട് വെക്കാം. ഈ ഒരു സ്റ്റേജിൽ ഈ ചട്ടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇട്ട് കൊടുക്കണേ. തീ കുറയ്ക്കാം. ചെറു തീയിൽ കുറച്ചും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ ബാക്കിയുണ്ട്. മറ്റൊന്നുമല്ല, ഞാൻ 1 തണ്ട് കറിവേപ്പില അതിന്റെ നടുക്കോട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഓഫ് ചെയ്യുവാണേ. ഒരു പ്രത്യേക മണമൊക്കെ കിട്ടുവേ. എന്നിട്ട് ഇതുപോലെ പാതി മൂടിയ നിലയിൽ ഒന്ന് അടച്ചു മാറ്റി വെക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് കറിയുടെ ഫൈനൽ.